ഫുൾ ടൈം ബീച്ചിൽ തന്നെ കറങ്ങിയിട്ട് എന്താ കാര്യം? വേറെ സ്ഥലത്തൊന്നും ആൾക്കാരെ നല്ല ആൾക്കാരുണ്ടോ നോക്കണ്ടേ? ആടാ, അത് ഞാനും ആലോചിച്ചു. നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. പക്ഷെ എവിടേക്ക് പോകും? നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോവാം. അവിടെ വേറെ ആൾക്കാരുണ്ടാവും. ഓക്കെ, ബൈ. എടാ, അവിടെ ഒരു ചേച്ചി ഇരിക്കണേ. നമുക്ക് ആ ചേച്ചിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ആ ചേച്ചിനെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടിട്ട് ഒരു ഫോറിനറിനെ പോലെ ഉണ്ടല്ലേ? അതെ ചേച്ചി. യെസ്, നിങ്ങൾ എന്നെ വിളിച്ചോ? ആ ചേച്ചി, ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. ആ ചേച്ചി, ചേച്ചി ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ തരുകയോ ചെയ്യുമോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാനൊന്നും തരുമൊന്നുമില്ല. ഓരോരോ ആൾക്കാർ ഇറങ്ങിക്കോളും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി. അല്ല ചേച്ചി, പറ്റിക്കുകയല്ല. ഞങ്ങൾക്ക് ശരിക്കും നന്നായി വിശക്കുന്നുണ്ട്. നിങ്ങളുടെ വസ്ത്രമൊന്നും കണ്ടിട്ട് അതുപോലെ തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ഏതോ കള്ളന്മാരാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അല്ല ചേച്ചി. ഒന്ന് പോയിക്കേ പിള്ളേരെ, എനിക്ക് വേറെ പണിയുണ്ട്. പ്ലീസ് ചേച്ചി, പ്ലീസ് പ്ലീസ് ചേച്ചി. നിങ്ങളൊന്ന് പോയി തരുമോ? എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ ബസ് കാത്തു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്താ ഇവിടെ എന്താ പ്രശ്നം? ചേച്ചി, ഈ എന്താ പറയാ, പാവങ്ങളുടെ വേഷം ധരിച്ചിട്ട് രണ്ട് കള്ളന്മാർ വന്നിരിക്കുന്നത് കണ്ടു. അവരെന്നോട് ചോദിക്കുക പൈസ. എൻ്റെ പൊന്നോ, അവർ കള്ളന്മാരൊന്നും അല്ല. അവർ ശരിക്കും പാവങ്ങളാണ്. നിനക്ക് അവർ കണ്ടിട്ട് പാവം തോന്നുന്നില്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർക്ക് നല്ല ഇടി വെച്ച് കൊടുക്കാനാ തോന്നുന്നത്. വേണ്ട ചേച്ചി, ആ ചേച്ചിനെ ഇടിക്കൊന്നും വേണ്ട. ഞങ്ങള് പോയിക്കോളാം. ഞങ്ങള് വേറെ ആരുടെയെങ്കിലും ചോദിച്ചോളാം. ആ ചേച്ചി, ഞങ്ങൾ പോയിക്കോളാം. നിന്റെ പേരെന്താ? എന്റെ പേര് ലൂസി. നിന്നെ കണ്ടിട്ട് ഏതോ പണക്കാരെ വീട്ടിലുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. യെസ്, ഐ ആം ഫ്രം എ റിച്ച് ഫാമിലി. ഓ, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര ജാട. അതെ, എനിക്ക് ഇച്ചിരി ജാടയൊക്കെ ആവാം. കാരണം എനിക്ക് നല്ല പൈസയുണ്ട് എൻ്റെ കയ്യിൽ. ഓ, ഞാൻ പോവാ. പാവം ആ കുട്ടികൾ, അവരെ സങ്കടപ്പെടുത്തി വിട്ടു. ഓ പിന്നെ, അവരത്ര പാവമൊന്നുമല്ല. അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും കള്ളന്മാരാണെന്ന്. അവരുടെ ഡ്രസ്സൊക്കെ നിനക്ക് കാണാനില്ലേ? ഒന്ന് പോവാ അവിടുന്ന്. മനസാക്ഷി ഇല്ലാത്തവരോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ശരി, നീ സംസാരിക്കണ്ട, നീ പോയിക്കോ. ഞാൻ പോട്ടെ. പാവാ മക്കള്. ഓ പിന്നെ, അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവര് ഭയങ്കര കള്ളന്മാരാണെന്ന്. അയ്യോ, ബസ് അവിടെയാണോ നിർത്തിയത്? ഞാൻ വേഗം പോവട്ടെ, അവിടേക്ക് ഓടിച്ചെല്ലാം. അല്ലെങ്കിൽ ഇപ്പൊ ആ ബസ് പോകും. ആ ചേച്ചി എന്ത് സ്വഭാവമാണ്! ആ ചേച്ചി ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ്. സത്യം, ആ ചേച്ചിക്ക് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ശിക്ഷ കൊടുക്കാണ്ട് പോവരുതടാ.